ഹലോ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുഞ്ഞിനെ സഞ്ചിയിൽ കൊണ്ടടക്കണ അമ്മ കങ്കാരുവിനെ കാണിച്ചു തരാം കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള ഓട്ടോ ആണ് കേട്ടോ അത്. സീൻ മിസ്സാവരുതല്ലോ. അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോയുടെ എൻഡിങ് റിസൾട്ട്. അപ്പം വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇങ്ങനൊരു മൊമെൻ്റ് ക്യാപ്ചർ ചെയ്തത്. അതായത് ഒരു റോഡിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് വളരെ ക്ലോസ് ആയിട്ടാണ് ഞാൻ ഈ വിഷ്വൽസ് എടുക്കുന്നത് കേട്ടോ. അപ്പം ചെറിയൊരു പേടി ഉണ്ടായിരുന്നു, കാരണം കങ്കാരു വൈൽഡ് അനിമൽ ആണല്ലോ, നമ്മളെപ്പോൾ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. നോക്കുന്നത് കണ്ടോ, ഞാൻ വരുന്നത് കണ്ടിട്ട് എന്താണ് എൻ്റെ ഉദ്ദേശം, ഞാൻ എന്തിനുള്ള പുറപ്പാടാണ് എന്നുള്ള രീതിയിലാണ് കേട്ടോ നോക്കുന്നത്. അതിൻ്റെ സൈഡെല്ലാം സേഫാണ്, ഞാൻ അറ്റാക്ക് ചെയ്യാൻ അതിനെ വന്നതല്ല, അങ്ങനെയുള്ളതൊക്കെ ഉറപ്പായപ്പോഴാണ് കേട്ടോ അത് അതിൻ്റെ പാട്ടിന് തിരിഞ്ഞത്. ഏകദേശം അരമണിക്കൂറോളം ഞാൻ ഈ ടാട്ട റോഡിൽ മുട്ടുകുത്തി നിന്നിട്ട് എനിക്ക് ആകെ 2:2 മൊമെൻ്റാണ് കേട്ടോ കുഞ്ഞ് പുറത്ത് തലയിട്ടിട്ടുള്ള ആ ഒരു വിഷ്വൽസ് എനിക്ക് കിട്ടിയത്. കാരണം അവരത്രയും സേഫായിട്ടാണ് ആ കുഞ്ഞിനെ കൊണ്ടു നടക്കുന്നത്. സാധാരണ ഇത്രയും ക്രൗഡായിട്ടുള്ള ഏരിയയിൽ ഇങ്ങനെ കങ്കാരുക്കളെ കാണാത്തതാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ നമ്മളിതാ പുറത്ത് പള്ളി കഴിഞ്ഞിട്ട് പുറത്ത് വന്ന സമയത്ത് ഇത്രയും കങ്കാരു കൂട്ടങ്ങൾ വെയിലെല്ലാം കൊണ്ട് ഇങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് വെയിലൊക്കെ കൊണ്ട് വിശ്രമിക്കുമായിരുന്നു കേട്ടോ. അപ്പം ചില ഇനം പുല്ലുകളാണ് കേട്ടോ ഇത് ആഹാരമാക്കുന്നത്. കുഞ്ഞിനെ തന്നെ മടിയിലിട്ടുകൊണ്ട് ഇഷ്ടമുള്ള പുല്ലുകളെല്ലാം തിന്ന് കുഞ്ഞും അതുപോലെ തന്നെ അതിന് പറ്റുന്ന ആഹാരം വല്ലതും ഉണ്ടോ എന്നൊക്കെ തലയിൽ പുറത്തിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഇത് കയ്യിലും കാലും മാത്രമല്ല അതിൻ്റെ വാലും കൂടെ അതിൻ്റെ ഒരു സപ്പോർട്ട് വെച്ചിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അതുപോലെ തന്നെ പട്ടിയും പൂച്ചയൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ട് കൈയെല്ലാം നല്ലോണം വൃത്തിയാക്കുകയും അതിൻ്റെ കുഞ്ഞിനെയൊക്കെ നല്ലോണം വൃത്തിയാക്കിയൊക്കെ വെക്കുന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റി കേട്ടോ. പെട്ടെന്ന് തന്നെ ആളൊന്നും കൂടെ അലേർട്ടായി. കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ സൈഡിലെ ആൾക്കാരുടെ എണ്ണം കൂടി. കെട്ടിയവനും പിള്ളേരും എല്ലാവരും ഓടി വന്നു. അപ്പം അവരുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാരും എണീറ്റ് പയ്യെ പയ്യെ കുഞ്ഞിനൊക്കെ എഴുന്നേക്കാൻ തുടങ്ങി. കങ്കാരു ഓസ്ട്രേലിയയുടെ നാഷണൽ അനിമൽ ആണെങ്കിൽ കൂടിയും കങ്കാരുവിൻ്റെ പോപ്പുലേഷൻ കൂടുന്ന സമയത്ത് ഇവിടുത്തെ ഗവൺമെൻറ്, അതായത് ലൈസൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം പെർമിഷൻ കൊടുക്കും ഇതിനെ കാട്ടിൽ പോയിട്ട് വെടിവെക്കാനായിട്ട്. അങ്ങനെ വെടിവെച്ച് കിട്ടുന്ന ആ ഒരു ഇറച്ചി പ്രോസസ്സൊക്കെ ചെയ്ത് മാർക്കറ്റിൽ നമുക്ക് കഴിക്കാനായിട്ട് അവൈലബിൾ ആയിട്ട് വരും. അപ്പം അങ്ങനെ നമ്മൾ വാങ്ങിച്ച ഇറച്ചിയുടെ ഒരു വ്ളോഗൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിയാൽ നമ്മുടെ ബീഫിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് വരുന്നത്, ആ ഒരു മീറ്റിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ വന്ന സമയം മുതലേ നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇവരാരെയോ വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ തോന്നിയിരുന്നു കേട്ടോ. അമ്മക്കങ്കാരു കുഞ്ഞിനെ പാമ്പർ ചെയ്യുന്ന പോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടേക്ക് ഇങ്ങനെ ഒരു ദിശയിലോട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞു കങ്കാരുക്കളെല്ലാം പതുക്കെ പതുക്കെ എഴുന്നേക്കാൻ തുടങ്ങി. അപ്പം നോക്കുമ്പോഴാണ് കുറച്ചും കൂടെ സൈസുള്ള കുറച്ചും കൂടെ മസിലൊക്കെ ഉള്ള ഒരു കങ്കാരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു ഒന്നെങ്കിൽ ഇവരുടെ അച്ഛനോ അല്ലെങ്കിൽ തലവനോ ഒക്കെ ആയിരിക്കും. നമ്മൾ കുഞ്ഞിനെയൊക്കെ ബെൽറ്റൊക്കെ ഇട്ടുകൊണ്ട് കിടക്കുന്ന സമയത്ത് ആൾക്കാർ കളിയാക്കി ചോദിക്കാറുണ്ട്, നീ എന്താടെ കങ്കാരുമാണോ എന്ന്. അതിപ്പോൾ എന്തായാലും നേരിട്ട് കണ്ട ആ ഒരു ത്രില്ല് വേറെയാണ് കേട്ടോ. ഇതൊക്കെയാണ് കേട്ടോ കങ്കാരു വിശേഷങ്ങൾ. അപ്പം പയ്യെ എല്ലാവരും കാട്ടിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് തോന്നുന്നു. പോകുന്നതിന് മുമ്പ് അവർ വീണ്ടും അലർട്ടായിട്ട് നമ്മളെ നോക്കുന്നുണ്ട്. കാരണം നമ്മുടെ സൈഡിൽ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്നുണ്ട്. എല്ലാവരും നമ്മളെ തന്നെ നോക്കിയിട്ട് നിൽക്കുകയാണ്. അപ്പം നമുക്ക് പയ്യെ വീട്ടിലോട്ട് പോവാം. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്നൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ടാറ്റ ബൈ ബൈ.